നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ പരിഗണിക്കും. തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസ് K. ബാബുവിന്റെ ബെഞ്ചാണ് ഹർജിയിൽ വിശദമായ വാദം കേൾക്കുന്നത്. ഹർജിയിൽ തീർപ്പാവുന്നതുവരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നത് തടഞ്ഞുകൊണ്ട് ഇടക്കാല ഉത്തരവ് കോടതി ഇന്നുവരെ നീട്ടിയിരുന്നു. പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനത്തിനെതിരെ പോലീസ് കേസെടുത്തെങ്കിലും കടുത്ത നടപടികൾ ഉടനുണ്ടാകില്ലെന്ന് സൂചന. പ്രതി ചേർത്തവരെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തും. പാട്ട് പ്രചാരണം നൽകുന്ന സൈറ്റുകളിൽ നിന്ന് നീക്കം ചെയ്യും. കേസെടുത്തതിൽ പോലീസിനുള്ളിൽ രണ്ടഭിപ്രായമാണുള്ളത്. ഇന്ന് ചേരുന്ന CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിഷയം ചർച്ചയാകുമെന്നാണ് വിവരം. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ VC നിയമനത്തിൽ ഗവർണറുമായി സമവായത്തിലെത്തിയതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ CPM-നുള്ളിൽ എതിർസ്വരം. VC നിയമന സമവായം ഗുണം ചെയ്യില്ലെന്ന് നേതാക്കൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉന്നയിച്ചു. എല്ലാം മുഖ്യമന്ത്രി തീരുമാനിച്ചത് ഒറ്റയ്ക്കാണെന്നും PM ശ്രീക്ക് സമാനമായ ആക്ഷേപം VC നിയമന സമവായത്തിലും ഉയരുമെന്നും നേതാക്കൾ യോഗത്തിൽ മുന്നറിയിപ്പ് നൽകി. ഗവർണറുമായുള്ള സമവായ തീരുമാനം മുഖ്യമന്ത്രി യോഗത്തിൽ അറിയിച്ചപ്പോഴാണ് വിമർശനം ഉയർന്നത്. മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നേതാക്കൾ എതിർത്തു. ട്രെയിൻ യാത്രകളിൽ ലഗേജിന്റെ തൂക്കം സൗജന്യ പരിധിക്ക് മുകളിലെങ്കിൽ പണം അടയ്ക്കണമെന്ന റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയെ അറിയിച്ചു. ഓരോ ക്ലാസിലും അനുവദനീയമായതിൽ കൂടുതൽ ഭാരം കൊണ്ടുപോകുന്നതിന് നിശ്ചിത നിരക്ക് നൽകണം. നിലവിൽ ഭാര നിയന്ത്രണം സംബന്ധിച്ച് നിയമമുണ്ടെങ്കിലും തൂക്കം നോക്കാതെയാണ് ട്രെയിൻ യാത്രക്കാർ ലഗേജ് കൊണ്ടുപോകുന്നത്. സ്കാനർ, തൂക്കം നോക്കാനുള്ള സംവിധാനങ്ങൾ എന്നിവ ഒരുക്കിയ ശേഷമാവും ഇത് നടപ്പിലാവുക. AC ഫസ്റ്റ് ക്ലാസ്സിൽ 70 കിലോ സൗജന്യമായും പണമടച്ച് പരമാവധി 150 കിലോ വരെയും, സെക്കൻഡ് ACയിൽ 50 കിലോ സൗജന്യമായും പണമടച്ച് 100 കിലോ വരെയും കൊണ്ടുപോകാം. തേർഡ് ACയിൽ 40 കിലോ മാത്രമേ അനുവദിക്കൂ. സ്ലീപ്പർ കോച്ചുകളിൽ 40 കിലോ സൗജന്യമായും പണമടച്ച് പരമാവധി 80 കിലോ വരെയും, ജനറൽ കോച്ചുകളിൽ 35 കിലോ സൗജന്യമായും പണമടച്ച് പരമാവധി 70 കിലോ വരെയും കൊണ്ടുപോകാം. പാലക്കാട് നഗരസഭയിൽ BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്ന് മുസ്ലിം ലീഗ്. BJPയെ മാറ്റി നിർത്താൻ LDF UDF സഖ്യത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് പാലക്കാട് ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം പറഞ്ഞു. വിഷയത്തിൽ കോൺഗ്രസും CPIM-ഉം തീരുമാനമെടുക്കണം. ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കണമെങ്കിൽ അതിനും തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ചു നൽകേണ്ട സമയം വ്യാഴാഴ്ച തീരും. വിതരണം ചെയ്ത ഫോമുകളിൽ 99.9% പൂരിപ്പിച്ചു കിട്ടി. കരട് വോട്ടർ പട്ടിക 23-ന് പ്രസിദ്ധീകരിക്കും. 25 ലക്ഷത്തിലേറെ പേരെ കണ്ടെത്താനായിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുമായും BLA-മാരുമായും ചേർന്ന് ഇവരെ കണ്ടെത്താൻ ശ്രമിക്കും. കണ്ടെത്താനായില്ലെങ്കിൽ കരട് പട്ടികയിൽ ഉണ്ടാവില്ല. ഫോം പൂരിപ്പിച്ചു നൽകിയവരെല്ലാം കരട് പട്ടികയിൽ ഉണ്ടാകും. അടുത്ത വർഷം സെനഗലിൽ നടക്കുന്ന യൂത്ത് ഒളിമ്പിക്സിന്റെ മെഡൽ രൂപകൽപ്പനയിൽ അംഗീകാരം നേടി മലയാളി. എറണാകുളം കടവന്ത്ര ചിലവന്നൂരിലെ എലിഷുബ ജോ എബ്രഹാമിന്റെ മെഡൽ ഡിസൈൻ 3-ാം സ്ഥാനം നേടി. ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള അപേക്ഷകരിൽ നിന്നാണ് 3-ാം സ്ഥാനം മലയാളിയെ തേടിയെത്തിയത്. KSCB-യിൽ നിന്ന് 360.63 കോടി രൂപ നഷ്ടപരിഹാരം വാങ്ങി നൽകണമെന്നാവശ്യപ്പെട്ട് വൈദ്യുതോൽപാദന കമ്പനിയായ BSES റെഗുലേറ്ററി കമ്മീഷനെ സമീപിച്ചു. നഷ്ടപരിഹാരം നൽകണമെന്ന കേന്ദ്ര ഇലക്ട്രിസിറ്റി അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ വിധി നടപ്പാക്കണമെന്നാണ് ആവശ്യം. വൈദ്യുതി വാങ്ങുന്നതിനുള്ള കരാർ നീട്ടി നൽകാമെന്ന് പറഞ്ഞ് BSES-നെ വെറുതെ മോഹിപ്പിച്ചെന്നും അതുവഴി അവർക്ക് നഷ്ടമുണ്ടായെന്നുമാണ് കേസ്. അനിൽ അംബാനി ഗ്രൂപ്പിന്റെ അനുബന്ധ സ്ഥാപനമാണ് BSES. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്തതിലൂടെ കേസിൽ രാഷ്ട്രീയക്കാരടക്കം ഉന്നതരുടെ പങ്കിലേക്ക് അന്വേഷണം നീളുമെന്ന് ഉറപ്പായി. ശ്രീകുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്ത് ഇതിനുള്ള തെളിവുകൾ കണ്ടെത്താനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ശ്രമം. ഉദ്യോഗസ്ഥരെന്ന നിലയിൽ മുകളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് ഫയൽ നീക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് ശ്രീകുമാറിന്റെ മൊഴി. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് മന്ദഗതിയിലായിരുന്ന അന്വേഷണമാണ് SIT വീണ്ടും സജീവമാക്കുന്നത്. ശബരിമല ദേവസ്വം ഭണ്ഡാരം പരിശോധിക്കാൻ പോലീസ് IG കയറിയ സംഭവത്തിൽ താക്കീതുമായി ഹൈക്കോടതി. ശബരിമല പോലീസ് ജോയിന്റ് കോർഡിനേറ്ററും IG-യുമായ ശ്യാം സുന്ദറാണ് ഭണ്ഡാരം കാണാൻ കയറിയത്. ഒരു കാരണവുമില്ലാതെ ഭണ്ഡാരം കാണാൻ കയറിയെന്ന എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ നടപടി. ശബരിമല ശ്രീകോവിൽ വാതിലുകളുടെ കട്ടിളപ്പടികൾ 2019-ൽ UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകൾ സന്നിധാനത്തെ ഓഫീസ് ഫയലിൽ നിന്ന് അപ്രത്യക്ഷമായി. കട്ടിളപ്പാടിലുകൾ സ്വർണം പൊതിഞ്ഞതായി വ്യക്തമാക്കുന്ന രേഖകളൊന്നുമില്ലെന്ന് കേസിൽ റിമാൻഡിലുള്ള ദേവസ്വം മുൻ പ്രസിഡന്റും കമ്മീഷണറുമായ N. വാസു ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം വാദിച്ചതിലും രേഖകൾ അപ്രത്യക്ഷമായതിലും ഏറെ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്.
1998 ശ്രീകോവിലിൽ സ്വർണം പൊതിയുന്നതിൽ പങ്കാളികളായവരുടെ മൊഴികൾ നിരത്തി വാസുവിന്റെ വാദത്തെ സർക്കാർ എതിർത്തുവെങ്കിലും രേഖകൾ ഹാജരാക്കേണ്ട സന്ദർഭം വന്നാൽ കുടുങ്ങും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ തെളിവ് ഹാജരാക്കാൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ സാമൂഹിക മാധ്യമത്തിലൂടെ വെല്ലുവിളിച്ച് ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിക്കൊള്ളാമെന്നും പിന്നെന്തിനാണ് വെല്ലുവിളിയെന്നും വി.ഡി. സതീശനും മറുപടി നൽകി. സ്വർണ്ണപ്പാളി പുറത്തെത്തിച്ച് വിറ്റെന്നും അതിനൊത്താശ ചെയ്തത് കടകംപള്ളി സുരേന്ദ്രനാണെന്നുമാണ് സതീശന്റെ ആരോപണം. അത് പിൻവലിച്ച് മാപ്പ് പറയണമെന്നും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടും കടകംപള്ളി തിരുവനന്തപുരം സബ് കോടതിയിൽ ഹർജി നൽകിയിരുന്നു. സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം ഉൾപ്പെടെ സംസ്ഥാനത്തെ 3 തദ്ദേശ വാർഡുകളിൽ വോട്ടെടുപ്പ് ജനുവരി 12-ന്. വിജ്ഞാപനം ഇന്നലെ പുറത്തിറങ്ങി. വോട്ടെണ്ണൽ ജനുവരി 13-ന് രാവിലെ 10 മണിക്ക്. കേരള സർവകലാശാലയിൽ ഗവർണർ പങ്കെടുത്ത പരിപാടിയിലെ ഭാരതാംബ ചിത്ര വിവാദവുമായി ബന്ധപ്പെട്ട 6 മാസമായി സസ്പെൻഷനിൽ തുടരുന്ന രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിനെ തസ്തികയിൽ നിന്നു തന്നെ പിൻവലിച്ച് സർക്കാർ തലയൂരി. സസ്പെൻഷനെ ചോദ്യം ചെയ്ത് അനിൽകുമാർ നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് മാതൃസ്ഥാപനമായ ശാസ്താംകോട്ട DB കോളേജിലേക്ക് തിരിച്ചയച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയത്. ജയിൽ കോഴക്കേസിൽ കേസെടുത്ത് അന്വേഷണം നേരിടുന്ന ജയിൽ ആസ്ഥാനത്തെ DIG വിനോദ് കുമാറിനെതിരെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ചന്ദ്രശേഖരൻ വധക്കേസ് ശിക്ഷിക്കപ്പെട്ട കൊടിസുനിയുടെ ബന്ധുവിൽ നിന്നും വിനോദ് കുമാർ കൈക്കൂലി വാങ്ങിയെന്നാണ് വിവരം. ഗൂഗിൾ പേ വഴിയാണ് സുനിയുടെ അടുത്ത ബന്ധുവിൽ നിന്നും വിനോദ് കുമാർ പണം വാങ്ങിയത്. 8 തടവുകാരുടെ ബന്ധുക്കളിൽ നിന്നും DIG നേരിട്ട് പണം വാങ്ങിയതിന്റെ തെളിവുകൾ വിജിലൻസിന് ലഭിച്ചു. പരോളിനും ജയിലിൽ സൗകര്യങ്ങൾ ഒരുക്കാനും വിനോദ് കുമാർ തടവുകാരുടെ ബന്ധുക്കളിൽ നിന്നും പണം വാങ്ങിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വിജിലൻസ് കേസെടുത്തത്. നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയ വീഡിയോ പോസ്റ്റ് ചെയ്ത 2ാം പ്രതി മാർട്ടിൻ ആന്റണിക്കെതിരെ തൃശൂർ സൈബർ പോലീസ് കേസെടുത്തു. കേസിൽ വിധി വന്നതിന് പിന്നാലെ മാർട്ടിൻ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വീഡിയോ പങ്കുവച്ചതിനെ തുടർന്നാണ് നടപടി. മാർട്ടിൻ ജാമ്യത്തിലിറങ്ങിയ സമയത്ത് ചിത്രീകരിച്ചതെന്ന് കരുതുന്ന ഈ വീഡിയോയിൽ അതിജീവിതയുടെ പേര് പരാമർശിക്കുന്നതിനോടൊപ്പം അന്വേഷണ സംഘത്തിനെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പുതിയ ആണവോർജ്ജ ബിൽ ലോക്സഭ പാസാക്കി. 2047ഓടെ ആണവോർജ്ജ ഉൽപാദനം 100 ജിഗാവാട്ടായി ഉയർത്തുക എന്നതാണ് ഈ നിയമനിർമ്മാണത്തിന്റെ ലക്ഷ്യം. ആണവോർജ്ജ മേഖലയെ സ്വകാര്യ പങ്കാളിത്തത്തിനായി തുറന്നുകൊടുക്കുന്നതാണ് ബിൽ. പ്രതിപക്ഷ എതിർപ്പിനിടെ മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് ബില്ല് പാസാക്കിയത്. ദ സസ്റ്റൈനബിൾ ഹാർനസിംഗ് ആൻഡ് അഡ്വാൻസ്മെന്റ് ഓഫ് ന്യൂക്ലിയർ എനർജി ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ശാന്തി ബിൽ രാജ്യത്തിന്റെ വികസന യാത്രയിൽ പുതിയ ദിശാബോധം നൽകുമെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ടിനിടെ ശബ്ദ വോട്ടോടെയാണ് സഭ ബില്ല് പാസാക്കിയത്. തീവ്രവാദി ഘടകങ്ങളുടെ ഭീഷണിയും ബംഗ്ലാദേശ് നേതാക്കളുടെ പ്രകോപനപരമായ പ്രസ്താവനകളും കാരണം വർദ്ധിച്ചുവരുന്ന സുരക്ഷാ ആശങ്കകൾക്കിടയിൽ ധാക്കയിലെ ഇന്ത്യൻ വിസ അപേക്ഷാ കേന്ദ്രം IVAC ബുധനാഴ്ച ഇന്ത്യ അടച്ചുപൂട്ടി. ധാക്കയിലെ ജമുന ഫ്യൂച്ചർ പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ വിസ ആപ്ലിക്കേഷൻ സെന്റർ ഇന്ത്യൻ വിസ സേവനങ്ങൾക്കായുള്ള തലസ്ഥാനത്തെ പ്രധാന സംയോജിത കേന്ദ്രം നിലവിലുള്ള സുരക്ഷാ സാഹചര്യം ചൂണ്ടിക്കാട്ടി ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രവർത്തനം നിർത്തിവെച്ചു. ബുധനാഴ്ച ഷെഡ്യൂൾ ചെയ്തിരുന്ന എല്ലാ അപേക്ഷകരെയും പിന്നീടുള്ള തീയതിയിലേക്ക് പുനഃക്രമീകരിക്കുമെന്ന് IVAC ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. 1955 ഹിന്ദു വിവാഹ നിയമം HMA പ്രകാരം പരസ്പര സമ്മതത്തോടെ വിവാഹമോചനം നേടുന്ന ദമ്പതികൾ കുറഞ്ഞത് 1 വർഷമെങ്കിലും വേർപിരിഞ്ഞ് താമസിക്കേണ്ടതില്ലെന്നും ഉചിതമായ കേസുകളിൽ ഈ വ്യവസ്ഥ ഒഴിവാക്കാമെന്നും ഡൽഹി ഹൈക്കോടതി ബുധനാഴ്ച വ്യക്തമാക്കി. പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹമോചന ഹർജി സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി സംബന്ധിച്ച് ആധികാരിക മാർഗനിർദ്ദേശം തേടി ഡിവിഷൻ ബെഞ്ച് നടത്തിയ പരാമർശത്തിന് മറുപടിയായാണ് ഈ വിശദീകരണം. ബുർഖ ധരിക്കാത്തതിന് 37 വയസ്സുള്ള ഒരാൾ ഭാര്യയും 2 പ്രായപൂർത്തിയാകാത്ത പെൺമക്കളെയും കൊലപ്പെടുത്തിയതായി റിപ്പോർട്ട്. ഭാര്യയും പെൺമക്കളെയും വെടിവെച്ച് കൊന്ന് ഭർത്താവ് മൃതദേഹങ്ങൾ സ്വന്തം വീടിനുള്ളിൽ കുഴിച്ചിട്ടു. ഉത്തർപ്രദേശിലെ ഷാംലി ജില്ലയിലെ ഗാരി ദൌലത്ത് ഗ്രാമത്തിൽ ഡിസംബർ 10-ന് ഒരാഴ്ചയോളം ഒളിപ്പിച്ചിരുന്ന സംഭവമായിരുന്നു ഇത്. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ സ്വകാര്യ രേഖകൾ പ്രധാനമന്ത്രിയുടെ മ്യൂസിയം ആൻഡ് ലൈബ്രറി PMML-ൽ നിന്ന് കാണാതായി എന്ന് പറയാനാവില്ലെന്ന് സാംസ്കാരിക മന്ത്രാലയം ബുധനാഴ്ച വ്യക്തമാക്കി. കാരണം അവ ഇപ്പോൾ മുൻ കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധിയുടെ കൈവശമുണ്ടെന്ന് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം വ്യക്തമാക്കി. നെഹ്റുവിന്റെ കത്തുകൾ PMML-ൽ നിന്ന് കാണുന്നില്ലേ എന്ന BJP MP സംബിത് പത്രയുടെ ചോദ്യത്തിന് കേന്ദ്ര സാംസ്കാരിക മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് രേഖാമൂലം മറുപടി നൽകിയതിനെ തുടർന്നാണ് ഈ വിശദീകരണം നൽകിയത്. മയക്കുമരുന്ന് കടത്ത് എന്ന് സംശയിക്കുന്ന ഒരു ബോട്ടിൽ US സൈന്യം വീണ്ടും ആക്രമണം നടത്തി 4 പേർ കൊല്ലപ്പെട്ടതായി സൈന്യം അറിയിച്ചു. വെനസ്വേലൻ എണ്ണ ടാങ്കുകളെ പൂർണ്ണമായി ഉപരോധിക്കാൻ ട്രംപ് ഉത്തരവിട്ടതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ആക്രമണം. മേഖലയിൽ US ആക്രമണം തുടരുകയാണ്.
തന്റെ മൂന്നാമത്തെ US യാത്രയ്ക്കൊരുങ്ങുന്ന അസിം മുനീർ പാകിസ്ഥാൻകാരെ വഞ്ചിക്കുന്ന ഒരു കരാറിൽ ഒപ്പുവെക്കാനാണ് ട്രംപിനെ കാണാൻ പോകുന്നത്. ഇസ്രായേൽ ഹമാസ് സമാധാനം പുനഃസ്ഥാപിക്കാൻ ഗാസയിൽ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള പട്ടാളക്കാരെ നിയോഗിക്കാനുള്ള ട്രംപിന്റെ തീരുമാനമനുസരിച്ച് പാകിസ്ഥാൻ പട്ടാളക്കാരെ ഗാസയിലേക്ക് അയക്കാൻ സമ്മതിക്കുന്ന കരാറിലാണ് അസിം മുനീർ ഒപ്പുവെക്കാൻ പോകുന്നത്. ഇത് പാകിസ്ഥാനികൾക്കിടയിൽ അസിം മുനീറിന് ചീത്തപ്പേരുണ്ടാക്കിയേക്കാമെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ക്ഷേത്രങ്ങൾ തകർത്താണ് പാകിസ്ഥാനിൽ ന്യൂനപക്ഷ പരിപാലനം എന്ന് തുറന്നു സമ്മതിക്കുന്ന റിപ്പോർട്ട് പുറത്ത്. രാജ്യത്തുണ്ടായിരുന്ന 1817 ഹിന്ദു സിഖ് ആരാധനാലയങ്ങളിൽ അവശേഷിക്കുന്നത് 37 എണ്ണം മാത്രം. 1780 ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുകയോ സർക്കാർ അവഗണന മൂലം ഇല്ലാതാവുകയോ ചെയ്തു എന്നാണ് കണക്ക്. പാകിസ്ഥാനിലെ ന്യൂനപക്ഷ പരിപാലനത്തെക്കുറിച്ച് പാർലമെന്ററി കമ്മിറ്റിക്ക് മുന്നിൽ അവതരിപ്പിച്ച ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് ഇതുള്ളത്. സിറിയൻ കുടിയേറ്റക്കാരനും പഴക്കച്ചവടക്കാരനുമായ അഹമ്മദ് അൽ അഹമ്മദ് സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ നടന്ന കൂട്ടവെടിവെപ്പിൽ ഒരു തീവ്രവാദിയെ നിരായുധനാക്കിയതോടെ ഒരു ഹീറോ ആയി മാറി. അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള പ്രതികരണം നിരവധി ജീവനുകളെ രക്ഷിച്ചു. സായുധ തീവ്രവാദിയെ നേരിടുന്നതിനുള്ള അഹമ്മദിന്റെ ക്ലിനിക്കൽ രീതി സിറിയൽ സൈന്യത്തിലെ അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നാണ് വന്നതെന്ന് അദ്ദേഹത്തിന്റെ ബന്ധു വെളിപ്പെടുത്തി. പാകിസ്ഥാനിലെ ചിത്രാൽ മേഖലയിൽ ആരംഭിച്ച അഫ്ഗാനിസ്ഥാനിലെ കുനാർ നൻഗറാർ മേഖലകളിൽ കൂടി ഒഴുകി വീണ്ടും പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന നദിയാണ് കുനാർ. ഈ നദിയിൽ ഡാം നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് അഫ്ഗാൻ താലിബാൻ. ഡാം യാഥാർത്ഥ്യമായാൽ അത് പാകിസ്ഥാന് കനത്ത അടിയാകും. കാർഷിക മേഖലയ്ക്ക് പുറമെ പാകിസ്ഥാനിൽ കുടിവെള്ളം, ജലവൈദ്യുത പദ്ധതി തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വലിയ തോതിൽ പ്രയോജനപ്പെടുത്തുന്ന നദിയാണ് കുനാർ. ഡാം നിർമ്മിച്ച് നദിയുടെ ദിശ മാറ്റിവിടാനാണ് അഫ്ഗാന്റെ തീരുമാനമെങ്കിൽ പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺ പ്രവിശ്യയിലെ വലിയ പ്രതിസന്ധി നേരിടും. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.